നമസ്കാരം. നാം ഇപ്പോൾ കേരളത്തിൽ കാണുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായ CPIM-ന്റെ അണികൾ ദയനീയമായി പരാജയപ്പെടുന്നതും അതോടൊപ്പം തന്നെ അതിൻ്റെ ഔദ്യോഗിക നേതൃത്വം കൂടുതൽ ശക്തി ആർജിക്കുന്നതുമാണ്. അതായത് ബംഗാൾ മോഡൽ കേരളത്തിലും ആവർത്തിക്കുന്നു. അണികൾ പരാജയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അണികൾ കൊഴിഞ്ഞു പോകും. ആ കൊഴിഞ്ഞു പോകേണ്ട അണികൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് കഴിഞ്ഞ ദിവസം കണ്ണൂർ CPM-ന്റെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പിണറായി വിജയൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ED റെയ്ഡ് നടന്നപ്പോൾ പറയുകയുണ്ടായി. അവർ പോകേണ്ടത് BJP-യിലേക്കാണ്. കാരണം കോൺഗ്രസിൻ്റെ അണികൾ അല്ല BJP ലക്ഷ്യം വയ്ക്കുന്നത്. കാരണം BJP-യിലേക്ക് പോകാൻ പാകത്തിലുള്ള അണികൾ CPM-നാണ് ഉള്ളതെന്ന്. അതായത് വളരെ പച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ CPM-ന്റെ അണികളിൽ കൂടുതൽ പേരും ഈഴവ സമുദായത്തിൽപ്പെട്ട വിഭാഗക്കാരാണ്. അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ടും അവരെയാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. ഏതാണ്ട് KK രാജേഷ് ആ പ്രസ്താവന നടത്തിയ അതേ ദിവസം തന്നെയാണ്, ഒരുപക്ഷെ അതും കൂടെ കേട്ടിട്ടുകൊണ്ടാവാം, BJP-യുടെ അതല്ലെങ്കിൽ NDA-യുടെ നിയമസഭാ കക്ഷി നേതാവായിട്ട് SNDP യൂണിയൻ നേതാവ് കൂടിയായ BB ഗോപകുമാറിനെ NDA അല്ലെങ്കിൽ BJP നിശ്ചയിച്ചത്. അത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സൂചന കേരളത്തിലെ ഈ കൊഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ പരാജയപ്പെടുന്ന CPM അണികൾക്ക് നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. വ്യക്തമായും അവരെ ഉദ്ദേശിച്ച് തന്നെയാണ് ഗോപകുമാറിനെ നിയമസഭാ കക്ഷി നേതാവായിട്ട് മുന്നിൽ നിർത്തിയത്. അതല്ല എങ്കിൽ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു. അതേപോലെ കേന്ദ്രമന്ത്രിയായിരുന്ന പാർലമെന്ററി പരിചയമുള്ള V മുരളീധരനുണ്ട്. ഇവർ രണ്ടുപേരെയും മാറ്റിയിട്ട് ഈ SNDP യൂണിയൻ നേതാവ് കൂടിയായ BB ഗോപകുമാറിനെ, അതും കൊല്ലത്ത് നിന്ന് ജയിച്ചു വന്ന BB ഗോപകുമാറിനെ ആ നിയമസഭാ കക്ഷി നേതാവാക്കിയത് KK രാഗേഷ് പറഞ്ഞ ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി തന്നെയാണ്. നമ്മളെല്ലാവരും പറയാറുണ്ട് ഇത് ബംഗാളിലെ പോലെ കേരളത്തിലും CPM തകർന്നടിയുമെന്ന്. പലരും അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. CPM-ൽ തന്നെ വളരെ നിരാശരായിട്ടുള്ള വ്യക്തികൾ പോലും നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ ഒന്ന് പറയാറുണ്ട്, ഇത് ബംഗാളിൻ്റെ തനിയാവർത്തനമാകും. അതേപോലെ തന്നെ സഹയാത്രികർ പലരും പറയുന്നുണ്ട്, ഇത് ബംഗാളിൻ്റെ തനിയാവർത്തനത്തിലേക്ക് കേരളവും പോകും. യഥാർത്ഥത്തിൽ ബംഗാളിൽ CPM തകർന്നതുപോലെ ആയിരിക്കില്ല കേരളത്തിൽ ആ തകർച്ച ഉണ്ടാവുകയാണെങ്കിൽ. ബംഗാളിൽ 2011 മമതാ ബാനർജി അധികാരത്തിൽ എത്തുന്നു. അതായത് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ച് മമത അധികാരത്തിൽ വരുമ്പോൾ CPM-ലുള്ളവർ അതേപടിയാണ് അങ്ങോട്ടും തൃണമൂലിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനെ ഈ 2011 രൂപീകൃതമായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനെ CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ MA ബേബി വിശേഷിപ്പിച്ചത് സാമൂഹ്യ വിരുദ്ധ ശക്തിയുമായിട്ട് അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ ഗവൺമെന്റ് അവിടെ രൂപീകൃതമായെന്നുള്ളതാണ്. അതായത് അതിനു മുമ്പ് ഈ ബേബി ഉദ്ദേശ സാമൂഹ്യ വിരുദ്ധർ ഈ അതിനു മുമ്പുണ്ടായിരുന്നത് CPM-ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാർട്ടിയുടെ പേര് മാറിയതല്ലാതെ പ്രവർത്തകരുടെയോ പാർട്ടിയുടെ സ്വഭാവമോ ഒട്ടും മാറിയിട്ടില്ല. ഏതെല്ലാം രീതിയിലുള്ള അക്രമ സ്വഭാവങ്ങളും അതേപോലെ പ്രാദേശിക ഗുണ്ടായിസവും ഒക്കെ CPM-നകത്തുണ്ടായിരുന്നു. അതിൻ്റെ വർദ്ധിതമായ രൂപം ഒരുപക്ഷെ തൃണമൂലിൽ പ്രകടമായി എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെയല്ല കേരളത്തിലെ അവസ്ഥ. കേരളത്തിലെ അണികളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് നാം കേരളത്തിൽ കാണുന്നത് ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ ധാർഷ്ട്യം, അതേപോലെ സാധാരണ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുക, അതേപോലെ യുക്തിരഹിതമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക, രാഷ്ട്രീയമല്ലാത്ത ഒരു വിഷയത്തെ രാഷ്ട്രീയമാക്കി മാറ്റുക. ഇത്തരത്തിലുള്ള പ്രക്രിയകളാണ് ഈ കഴിഞ്ഞ 2 ദിവസമായി CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന വ്യാപകമായി കണ്ടത്. പിണറായി വിജയൻ ഒരു കാരണവശാലും ഈ ED-യുടെ അന്വേഷണത്തിലോ ഒന്നും തന്നെ പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകളുടെ അക്കൗണ്ടിലേക്ക് വന്ന കോടിക്കണക്കിന് രൂപയുടെ വഴി എന്താണ് എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് ED അവിടെ എത്തിയത്. പിണറായി വിജയൻ്റെ ഒപ്പം വീണ വിജയൻ താമസിക്കുന്നത് കൊണ്ടാണ് ED ഉദ്യോഗസ്ഥർ അവിടെ റെയ്ഡിനെത്തിയതും റെയ്ഡിനെത്തിയതാകട്ടെ
യാതൊരു വിധമായ രാഷ്ട്രീയ ഇടപെടലുകളോ ഗൂഢാലോചനയോ ഇല്ല എന്നുള്ളത് സാധാരണ വ്യക്തികൾക്കെല്ലാം അറിയാം. കാരണം അതിൻ്റെ തലേ ദിവസമാണ് കേരള ഹൈക്കോടതി അന്വേഷണം തുടരാനായിട്ട് EDക്ക് അനുമതി കൊടുത്തത്. കേരള ഹൈക്കോടതിയും ആ അന്വേഷണത്തിന് അനുമതി കൊടുത്തു എങ്കിൽ സ്വാഭാവികമായിട്ടും കോടതിയുടെ പ്രാഥമിക ദൃഷ്ടിയിൽ അന്വേഷണത്തിനുള്ള കഴമ്പ് കണ്ടിട്ടുണ്ടാവണം. അപ്പൊ ഇത്രയും ഒരു സാഹചര്യങ്ങൾ, നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാവുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അതിനെതിരെ ധാർഷ്ട്യവും അതിനെതിരെ വെല്ലുവിളിയും നാം കണ്ടതാണ്. ഒരു ED ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞ് പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ CPMന്റെ ഏറ്റവും ഉന്നത നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും അവരുടെ വാഹനങ്ങൾ തല്ലി തകർക്കുകയും ഒക്കെ ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ 19ഓളം പേർ അവർ അറസ്റ്റിലാവുകയും ചെയ്തു. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് CPMന്റെ ഔദ്യോഗിക നേതൃത്വം, അതായത് CPM വളരെ വ്യക്തമായിട്ട് നേതൃത്വം പറയുകയുണ്ടായി. പാർട്ടി തോറ്റത് പിണറായി വിജയന്റെ ധാർഷ്ട്യം കൊണ്ടോ അതല്ലെങ്കിൽ സമീപനം കൊണ്ടോ ഗവൺമെന്റിന്റെ സമീപനം കൊണ്ടോ ഒന്നുമല്ല, കൂട്ടായ ഉത്തരവാദിത്വമാണ്. അത് പോളിറ്റ് ബ്യൂറോയും അംഗീകരിച്ചു, അത് കഴിഞ്ഞ് സംസ്ഥാന കമ്മിറ്റിയും അംഗീകരിച്ചു, എല്ലാവരും പാർട്ടി മൊത്തത്തിൽ അതങ്ങനെ അംഗീകരിക്കുകയും ചെയ്തു. ഇത് പക്ഷേ അണികൾക്ക് ബോധ്യമാവുന്നില്ല. അണികൾക്ക് ഈ CMRലും അതോടൊപ്പം തന്നെ പിണറായി വിജയന്റെ മകൾ വീണയും തമ്മിലുള്ള ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ പണം ലഭ്യമായത് എങ്ങനെ, അതും അണികൾക്ക് ബോധ്യമാവുന്നില്ല. അതേപോലെ തന്നെ തലശ്ശേരിയിലെ ധൻരാജ് രക്തസാക്ഷി ഫണ്ട് അവിടെ ശേഖരിക്കപ്പെട്ടതും അതിൽ തിരിമറി നടന്നതും ജനങ്ങൾ വിശ്വസിക്കുന്നു. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് V കുഞ്ഞകൃഷ്ണൻ അവിടെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചത്. അതേപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ തളിപ്പറമ്പിൽ മത്സരിച്ചപ്പോൾ അതിനെതിരെ രംഗത്ത് വന്ന TK ഗോവിന്ദൻ ജയിച്ചത്. അതേപോലെ ആലപ്പുഴയിൽ G സുധാകരൻ. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അണികളുടെ അമർഷവും അണികൾ നേതൃത്വത്തെ തിരുത്താനുള്ള ശ്രമവുമായിരുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 20 ലക്ഷം വോട്ടിന്റെ വ്യത്യാസമാണ് LDFും UDFും തമ്മിലുള്ളത്. 20 ലക്ഷം വോട്ട് UDFിന് കൂടുതൽ കിട്ടിയിരിക്കുന്നു. ഈ 20 ലക്ഷത്തിൽ നല്ലൊരു ശതമാനം വോട്ടും CPM അണികളുടേതാണ്. ഈ അണികൾ നിശബ്ദരാണ്. ഈ അണികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെയാണ് കേരളത്തിലെ CPMന്റെ തകർച്ചയും ബംഗാളിലെ CPMന്റെ തകർച്ചയും വേർതിരിയുന്നത്. കാരണം കേരളത്തിൽ ഈ CPMന്റെ നിശബ്ദമായ ഒരു ഭൂരിപക്ഷം, അണികളിലെ നിശബ്ദമായ ഭൂരിപക്ഷത്തിന്റെ വോട്ടാണ് ഈ UDFന് 102 സീറ്റ് ലഭ്യമാക്കി കൊടുത്തത്. അതുപോലെ തന്നെ 20 ലക്ഷം വോട്ട് അധികം LDFിനേക്കാൾ കൊടുത്തതും അതാണ്. ഈ നിശബ്ദ ഭൂരിപക്ഷം കേരളത്തിലെ വളരെ പ്രത്യേകത ഉള്ള ഒരു വിഭാഗമാണ്. അവിടെ അത് ബംഗാളിലെ അണികളെ പോലെ അല്ല. കാരണം ഇവിടുത്തെ കേരളത്തിലെ ഈ നിശബ്ദ ഭൂരിപക്ഷം, പാർട്ടിയിലെ നിശബ്ദ ഭൂരിപക്ഷമാകുന്ന അണികൾ, അവർ ഇപ്പോഴും വളരെ സത്യസന്ധരായി ജീവിക്കുന്ന, അതോടൊപ്പം തന്നെ ജീവിതത്തിലെ ചില മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ച് അതനുസരിച്ച് തങ്ങളുടെ ജീവിതവും തങ്ങളുടെ ഔദ്യോഗിക ജീവിതവും അതോടൊപ്പം തന്നെ പൊതുജീവിതവും കാഴ്ചപ്പാടും ഒക്കെ വെച്ച് പുലർത്തുന്ന വളരെ ഒരു വളരെ മനുഷ്യത്വപരമായ സമീപനമൊക്കെ പുലർത്തുന്ന ഒരു വിഭാഗം അണികളാണ് ഈ പാർട്ടിയുടെ നിശബ്ദ ഭൂരിപക്ഷം. ഈ നിശബ്ദ ഭൂരിപക്ഷം ഇപ്പോൾ തകർന്നടിയുന്ന അല്ലെങ്കിൽ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒരുപക്ഷെ അവർക്ക് ലേശമെങ്കിലും ഒരു ചെറിയ പ്രതീക്ഷയുടെ ഒരു ചെറിയ ഒരു നാമ്പെങ്കിലും കാണുമായിരുന്നു. അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയെങ്കിലും ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട്, ഒന്നുമില്ലെങ്കിൽ ഇത് രാഷ്ട്രീയമായ ED റെയ്ഡ് രാഷ്ട്രീയമായ വിഷയമല്ല, ഇത് ഒരു കേന്ദ്ര ഏജൻസി നടത്തുന്ന അന്വേഷണമാണ് എന്നൊരു പ്രസ്താവനയെങ്കിലും നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേയെങ്കിൽ ചിലപ്പോൾ ഈ നിശബ്ദ ഭൂരിപക്ഷമായ CPMന്റെ അണികൾക്ക് ഒരു നേരിയ പ്രതീക്ഷ ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഇവിടെ നാം കണ്ടത് അതിശക്തമായിട്ട് ഇതിനെ രാഷ്ട്രീയ വിഷയമാക്കി ദില്ലിയിൽ MA ബേബിയും 4-5 മറ്റ് ചില നേതാക്കന്മാർ, ഒരു 10ഓളം വരുന്ന നേതാക്കന്മാരും ചേർന്ന് പ്രക്ഷോഭത്തിന്റെ സ്വഭാവത്തിൽ ധർണ നടത്തുകയും അറസ്റ്റ് വരികയും ചെയ്യുന്ന കാഴ്ചയാണ്. അത്തരത്തിലൊരു നേരിയ പ്രതീക്ഷയ്ക്ക് പോലും ഇവിടുത്തെ നിശബ്ദ ഭൂരിപക്ഷമായ CPMന്റെ അപ്പോൾ ഒരു നേരിയ പ്രതീക്ഷ പോലും കേരളത്തിലെ CPMന്റെ നിശബ്ദ ഭൂരിപക്ഷത്തിന് ഇല്ലാത്ത അവസ്ഥയിലാണ് അവർ. KK രാഗേഷ് പറഞ്ഞതുപോലെ അതിൽ നല്ലൊരു ശതമാനം BJPയിലേക്ക് പോകും, സംശയമില്ല. അതിൽ ചിലപ്പോൾ ഒരു ന്യൂനപക്ഷം
രാഷ്ട്രീയത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു വിരക്തി അനുഭവിക്കുകയും ഒരു രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്ന് മാറി നിൽക്കുകയും ചിലപ്പോൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമീപനം എടുത്തുനിന്നിരിക്കും. എന്ത് വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് BJP ആയിരിക്കും. അവിടെയും നാം മനസ്സിലാക്കേണ്ടത് ബംഗാളിൽ ഒരു ശക്തമായ സംസ്കാരമുണ്ട്. എത്ര തന്നെ ഈ അക്രമോത്സുകതയും അതല്ലെങ്കിൽ MA ബേബിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധതയും അവിടുത്തെ ജനതയ്ക്ക് മൊത്തത്തിൽ ഉണ്ടെങ്കിൽ പോലും ബംഗാൾ ജനതയെ ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്ന, എത്ര ജീർണതയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ് ഈ ദുർഗാപൂജ സമയത്ത് നാം കൽക്കട്ടയിൽ കാണുന്നത്, ഈ പന്തൽ സംസ്കാരം എന്ന് പറയുന്നത്. അവിടെ മുൻപ് CPM പോലും പന്തൽ ഇടുമായിരുന്നു, CPM-ന്റെ പുഷ്കരകാലത്ത്. അപ്പോൾ അതൊരു പൊതു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. എന്നാൽ കേരളത്തിൽ അത്തരത്തിലൊരു പൊതു സംസ്കാരം നമ്മളെ ബന്ധിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ നയിക്കുന്നില്ല എന്നുള്ളതൊരു പ്രധാന ഘടകമാണ്. മറിച്ച് കേരളത്തിലെ പ്രബുദ്ധ മലയാളി, അതല്ലെങ്കിൽ മലയാളിയെ പൊതുവെ കഴിഞ്ഞ 8-8.5 ദശകങ്ങളായിട്ട് നയിച്ചിരുന്ന ഒരു സാംസ്കാരിക ഘടകത്തിൻ്റെ ആധാരശില എന്ന് പറയുന്നത് CPM-ലൂടെ ഇവിടെ നിക്ഷേപിതമായിട്ടുള്ള ഒരു യുക്തിബോധവും ഒരു പുരോഗമന സ്വഭാവവും ഒക്കെയാണ്. അത് യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ മാത്രമേ ആ പുരോഗമനവും അതല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയതയും യുക്തിഭദ്രതയും ഒക്കെ ഉള്ളൂ. ശരിക്കും സംഭവിച്ചത് അതിന് തൊട്ടുമുമ്പുണ്ടായിരുന്ന നവോത്ഥാന കാലഘട്ടത്തെ നേർവിപരീത ദിശയിലേക്ക് പ്രത്യക്ഷ യുക്തി ഉപയോഗിച്ച് CPM തിരിച്ചു കൊണ്ടുപോവുകയായിരുന്നു. ആ കൊണ്ടുപോയതിൻ്റെ ഒരു പരിണാമമാണ് നാം ഇപ്പോൾ കാണുന്നത്. അത് ആ ജീർണതയിലേക്ക്, നവോത്ഥാനത്തിൻ്റെ എതിർ ദിശയിലേക്ക് സഞ്ചരിച്ച ഒരു സംസ്കാരത്തിൻ്റെ, കഴിഞ്ഞ 8 പതിറ്റാണ്ടായിട്ട് സംസാരിച്ച സംസ്കാരത്തിൻ്റെ ഒരു പരിണാമം, ആ ജീർണതയുടെ പരിണാമമാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇവിടെ നിന്ന് വീണ്ടും ഒരു നവോത്ഥാന ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ദിശയിലേക്ക് സമൂഹം തിരിയാതെ മറിച്ച് BJP-യിലേക്ക് പോകുമ്പോൾ അവിടെ നാം കണ്ടതാണ് ഒരു ആചാരനിബിദ്ധമായ, അല്ലെങ്കിൽ നമ്മുടെ ഈ ശബരിമല യുവതീ പ്രവേശന വിഷയം സംബന്ധിച്ച് പ്രക്ഷോഭം നമ്മൾ കണ്ടു. നാമജപ പ്രതിഷേധമാണ്. അത് BJP-യുടെ ഈ ഒരു ഭാരതീയ ദർശനം അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തോടുള്ള സമീപനം കാണിക്കുകയാണ്. ആ നാമജപം എന്ന് പറയുന്നത് വളരെ സ്വകാര്യമായി വ്യക്തി അവൻ്റെ ഉള്ളിലേക്ക് നോക്കി സ്വകാര്യമായി ചെയ്യേണ്ട ജപ വൃത്തിക്ക് അല്ലെങ്കിൽ ജപനിഷ്ഠയ്ക്ക് ഉപയോഗിക്കുന്ന സംഗതിയാണ് നാമജപം എന്ന് പറയുന്നത്. ആ നാമജപത്തെ തെരുവിലേക്ക് ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ച BJP-യുടെ കാഴ്ചപ്പാട് CPM-ന്റെ ഈ ജീർണതയിലേക്ക് നയിച്ച കാഴ്ചപ്പാടിന് സമാനമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ നിന്ന് വീണ്ടും ഈ CPM-ന്റെ അണികൾ വീണ്ടും ഈ BJP-യിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ഒരു സാമൂഹികമായ പരിവർത്തനം, അതല്ലെങ്കിൽ നവോത്ഥാനം സൃഷ്ടിച്ച ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്ന് വീണ്ടും മലയാളി അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം ജീർണതയുടെ പ്രതിഫലനമാണ് നാം ഇന്ന് കാണുന്ന ശാരീരികമായ രോഗങ്ങൾ, മണ്ണും മനസ്സും മലിനമായ അവസ്ഥ, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, വളരെ വർദ്ധിച്ച ഉപയോഗം, അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന സമൂഹം, കുടുംബ ബന്ധങ്ങൾ പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയ അവസ്ഥ, വിവാഹ ബന്ധങ്ങൾ വേർപിരിയുന്ന അവസ്ഥ, ഇങ്ങനെ ഒരുപാട് സാമൂഹിക വിഷയങ്ങളിലേക്ക് മലയാളി എത്തിയതിൻ്റെ കാരണവും ഈ ഒരു ആശയ വ്യക്തതയില്ലായ്മയും അതല്ലെങ്കിൽ ഈ ഒരു ജീർണതയുടെ ഫലമാണ്. അപ്പോൾ വീണ്ടും ഈ ഒരു മാറ്റമാണ് കേരളത്തിൽ CPM-ന്റെ തകർച്ചയിലൂടെ BJP-യുടെ വളർച്ചയിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു മാറ്റമാണ് ഉണ്ടാകുന്നതെങ്കിൽ വീണ്ടും ഈ സാംസ്കാരിക ജീർണത വർദ്ധിക്കുകയും മലയാളിയുടെ ജീവിതം കൂടുതൽ സങ്കീർണമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ബംഗാളിലെ തകർച്ച പോലെ ആകില്ല കേരളത്തിലെ CPM-ന്റെ തകർച്ച എന്ന് പറയാൻ കാരണം.